എനിക്കൊന്നും അറിയില്ല. ഡാഡിയുമായിട്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല റോണി. മാനുവൽ നിങ്ങളെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. സ്വത്തിൽ നിങ്ങൾക്ക് മാത്രം അവകാശം വന്നാൽ മാനുവൽ ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നും തോന്നിയിരുന്നു. ആ ഭീതി മറ്റു പലരുമായും മാനുവൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഭീതിയൊന്നും ഡാഡിക്കുണ്ടായിരുന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇടവകപ്പള്ളിയിലെ ഫാദർ തോമസ് പെരിയപുറവുമായി മാനുവൽ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ സംഭവമല്ലേ ഇൻസ്പെക്ടർ? പ്രായമാകുമ്പോൾ മക്കൾ തങ്ങളെ ഒറ്റപ്പെടുത്തുമെന്നും സ്വത്ത് അവർക്ക് നൽകി കഴിയുമ്പോൾ നമ്മളെ ഉപേക്ഷിക്കുമെന്നൊക്കെ എല്ലാ പ്രായം ചെന്ന മാതാപിതാക്കൾക്കും തോന്നുന്ന കാര്യമാണ്. അവരാ ആശങ്ക മറ്റു പലരുമായും പങ്കുവെക്കുകയും ചെയ്യും. സ്വാഭാവികമായും തങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നവരോടായിരിക്കും ഇക്കാര്യം പറയാ. ഇതെങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട കാര്യമല്ല. റോണിയെ മാനുവൽ ഭയപ്പെട്ടിരുന്നു എന്നതിന്റെ അർത്ഥം മാനുവലിന്റെ മരണത്തിൽ റോണിക്ക് പങ്കുണ്ടാകാമെന്നുള്ളതാണ്. സാറിങ്ങനെ ഊഹിച്ചോറൊന്ന് കണ്ടെത്താൻ പറയുകയും ചെയ്താ പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഞാൻ ഊഹിച്ചു പറയുന്നല്ല, സാഹചര്യ തെളിവുകൾ, ചില പോയിന്റിൽ പിടിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ചെന്നെത്തുന്ന നിഗമനങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കേസ് തെളിയിക്കാനുള്ള മാർഗങ്ങൾ. സർ, ഈ വീടിനകത്തുള്ളവരാരും ശത്രുക്കളല്ല. ആർക്കും ആരെയും ഇല്ലാതാക്കാനും കഴിയില്ല. പക്ഷേ ഇവിടെയുള്ളവരുടെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. ആനിയമ്മയുമായി ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ പറയുന്നതിന്റെ നേർ വിപരീതമായാണ് അവർ പറയുന്നത്. സർ, കഴിഞ്ഞ 10 വർഷക്കാലമായി മാനസിക രോഗിയാണ് മമ്മി. അവര് പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാ. അത് കേട്ടൊരു തീരുമാനത്തിലെത്തുന്നത് ശരിയാണോ? അതെ, ഈ കാര്യത്തിൽ ഡോക്ടർമാരെ കണ്ട് സാറിന് സംസാരിക്കാം. തെളിവ് വേണമെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ കൊണ്ടുവന്ന് ഹാജരാക്കാം. സർട്ടിഫിക്കറ്റുകൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. സാറ് കരുതുന്ന പോലൊരു പ്രശ്നം ഇവിടെ ഇല്ല. പിന്നെ സാറിന് റോണിയെ സംശയിക്കാം, അല്ലാതെ റോണിയെ കുറ്റവാളിയാക്കാൻ കഴിയില്ല. റോണി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമർത്ഥിക്കാൻ റോണിയേക്കാൾ ആവേശം ജാനറ്റിനാണല്ലോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ റോണി. റോണി ഒരു അപകടത്തിൽപ്പെടുത്താതെ നോക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ? ശരി, പക്ഷേ എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും. എല്ലാ കള്ളങ്ങളും ഒരു തെളിവ് അവശേഷിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. ആ തെളിവിൽ ഞാൻ എത്തുന്നതുവരെയുള്ള സമയം, അതുമാത്രമാണ് കുറ്റവാളിക്കും എനിക്കിവിടെയുള്ളത്. സർ, മാനുവൽ അങ്കിളിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണെങ്കിലും കണ്ടെത്തണം. അതിന് എന്ത് സഹായം നൽകാനും ഞങ്ങൾ ഒരുക്കോ. ഞാൻ പോകുന്നു. റോണിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഞാൻ വരാം സർ. ഓക്കെ. ആടിന്റെ പട്ടിയാക്കാൻ വരെ കഴിയുന്നവരാ പോലീസുകാർ. അതിന് നമ്മൾ കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. റോണി എന്തിനാ പോലീസുകാരെ പേടിക്കുന്നത്? ഇവിടുത്തെ സാഹചര്യം ഞാനെന്നെ അറിയില്ല. മരണത്തിന്റെ അന്വേഷണത്തിനിടയിലെങ്ങാനും എല്ലാം കയറി അവര് മനസ്സിലാക്കിയ പിന്നെ അതോടെ എല്ലാം പോയില്ലേ. റോണി പേടിക്കണ്ട, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ജാനറ്റ് ഒപ്പമുള്ളതാ എന്റെ ഏക ആശ്വാസം. ഞാൻ റോണിയുടെ ഒപ്പം അല്ലാതെ മറ്റാരുടെ കൂടെ നിൽക്കുക? എന്റെ എല്ലാം റോണിയില്ലേ? ഞാൻ നടത്തുന്ന ഈ നാടകം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കില്ല. എന്റെ ലക്ഷ്യത്തിലേക്ക് ഇനി ഒരുപാട് ദൂരമില്ല. അതോടെ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം തീരും. ജാനറ്റ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. റോണിക്കൊരു ആപത്തും ഉണ്ടാകല്ലേ എന്ന് മലയാറ്റൂർ മുത്തപ്പനോട് പ്രാർത്ഥിക്കുകയായിരുന്നു.